നിയമമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കാകെ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിബേറ്റ് നടത്തുന്നതിന് വേണ്ടി BJP സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചിട്ട് അവസാന നിമിഷം പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യമാണ്. രണ്ട്, ഗവൺമെൻറ് 10 വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമാണല്ലോ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്തിട്ടേയില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഇല്ല. അത് UDFും BJPയും നടത്തിയ സർവേയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം പറഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇത് തീരുമാനങ്ങൾ എടുത്താൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മറ്റൊരു കാര്യം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഗവൺമെൻറ്റാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പെൻഷൻ വർധനവായിരുന്നാലും പുതിയ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ ഒരു അനുകൂല നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. നിയമത്ത് നിന്ന് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ LDFിൻ്റെ പ്രതിനിധി ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ ഭയമായിരുന്നു UDFിനും BJPക്കും. അതുകൊണ്ട് അവർ ചെയ്തത്, അവരുടെ പബ്ലിക് റിലേഷൻസ് ചുമതലപ്പെടുത്തിയിട്ടുള്ള വൻകിട കമ്പനികളുടെ ഉപദേശപ്രകാരം ചർച്ചകൾ വ്യക്തിപരമായി നടത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ വിഷയങ്ങൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം നിയമമണ്ഡലത്തിലാണ് റോഡ് ഷോ നടത്തിയത്. ആ റോഡ് ഷോ നടത്തിയതിൽ അവിടെ നിയമമണ്ഡലത്തിലെ ആൾക്കാർ അഭിവാദ്യം ചെയ്തതിന് വേണ്ടി വളരെ കുറച്ച് പേർ മാത്രമേ നിയമമണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഇറക്കി അഭിവാദ്യം ചെയ്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇപ്പോഴും ആ മുന്നണിയെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് ഉണ്ടായാൽ തന്നെ 2016 മുമ്പുള്ള ഗവൺമെൻറ്റിനെ പോലെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, കാലുമാറ്റക്കാരെയും കൂറുമാറ്റക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാനലാണ് UDF രംഗത്തിറങ്ങിയിട്ടുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആര് വരുന്നു അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള നാണം കെട്ട രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാരമ്പര്യവും പഴക്കമുള്ള ആൾക്കാരെ നിർത്തുന്നതിന് പകരം കാലമാറ്റവും കൂറുമാറ്റവും നടത്തി വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് BJP അല്ലാത്ത ഗവൺമെൻറ്റുകളോട് എടുക്കുന്ന സമീപനം, അത്തരം കാര്യങ്ങളല്ലേ മാന്യമായി ചർച്ച ചെയ്യേണ്ടത്.
അതിനു പകരം അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാരമ്പര്യം, ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പദപ്രയോഗങ്ങൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ആ പദപ്രയോഗങ്ങൾ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒരാഴ്ചക്കാലം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോ മറുപടി പറയും, അല്ലെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കുമെന്നാണ് കരുതിയത്. അതിനു പകരം പൂർവാധിക ശക്തിയോടുകൂടി വീണ്ടും ആക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറുപടി എന്നുള്ള നിലയിൽ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇദ്ദേഹവും തമ്മിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അദ്ദേഹം ABP കാരനായിരുന്നു, അഴിമതി കേസ് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് മറ്റു ചില മാർഗങ്ങളിലൂടെ മുഖ്യമന്ത്രിയായി മാറിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിമർശനവും അദ്ദേഹത്തെ പറ്റി പറഞ്ഞില്ല. വേറെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി ഒരു വിമർശനം പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഈ ഡയലോഗ് തന്നെ എഴുതി കൊടുത്തത് കേരളത്തിലുള്ളവരാണല്ലോ. കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ ഡയലോഗ് എഴുതി കൊടുത്തത്. അതിൽ KC വേണുഗോപാലിൻ്റെ പങ്കുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെയും കൂടെ ഒരു ശിഷ്യനാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അത് അവരെഴുതി കൊടുത്ത ഡയലോഗാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റി വീണം. പക്ഷെ ഞങ്ങളൊന്നും ആ ചതിക്കുഴിയിൽ വീണിട്ടില്ല.